ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ്. നമ്മുടെ CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മുടെ സിലബസിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നുള്ളതാണ് ആ ഒരു തസ്തികയുടെ പേര് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വേർഡ് പ്രോസസ്സിങ്ങിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിരിക്കണം. അതായത് വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഇത്തരം സോഫ്റ്റ്വെയറുകളെ കുറിച്ചുള്ള വിവിധ കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെ സിലബസ് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വേർഡിലും എക്സലിലും പവർ പോയിന്റിലും പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. മൈക്രോസോഫ്റ്റിൽ എക്സലിനുള്ളിലുള്ള ചാർട്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ചാർട്ട്, ചാർട്ടിൻ്റെ ഉപയോഗം എന്താണ്, എങ്ങനെ നമുക്ക് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. എക്സൽ ചാർട്ട്. വാട്ട് ഈസ് ചാർട്ടിംഗ്? എന്താണ് ചാർട്ടിംഗ് അല്ലെങ്കിൽ എന്താണ് ചാർട്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ചാർട്ട്? എ ചാർട്ട് ഈസ് എ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ. ഡാറ്റയുടെ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ നമുക്ക് ചാർട്ട് എന്ന് പറയാം കേട്ടോ. ഡാറ്റയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ചാർട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ഡാറ്റ മാത്രം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട്. ആ ഡാറ്റയെ ഒരു പടമായിട്ട് വരച്ചെടുത്ത് കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യം മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിച്ച് നമ്മൾ വലിയ ഡാറ്റ ഷീറ്റുകളൊക്കെ ചെയ്യുമ്പോൾ കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ആ ഒരു വർക്ക്ഷീറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് ഒഴിവാക്കുവാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റയെ ചില ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ ചാർട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരാൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് ചാർട്ട് എന്ന് ചോദിച്ചാൽ പറയുക പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാലും ശരിയാണ്, വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാലും ശരിയാണ്, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാലും ശരിയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റയെ ഒരു പടമായിട്ട് വരച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ചാർട്ട് എന്ന് പറയാം. ചാർട്ട്സ് ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ട്രെൻഡ്സ് പാറ്റേൺസ് ആൻഡ് കമ്പാരിഷൻസ് ഈസിലി. അപ്പോൾ ഒരു ചാർട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡാറ്റയെ വിശദീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഡാറ്റയ്ക്കുള്ളിലെ ട്രെൻഡുകൾ, പാറ്റേൺസ്, അതുപോലെ തന്നെ കമ്പാരിഷൻസ് ഇവയെല്ലാം വളരെ വ്യക്തമായിട്ട് അത് നോക്കുന്ന ആൾക്ക് മനസ്സിലാവും കേട്ടോ. നമുക്കറിയാം ഒരുപാട് ഡാറ്റകൾ നമുക്ക് താരതമ്യം ചെയ്യേണ്ടതായിട്ട് വരും, കമ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ചാർട്ട് വരച്ചു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റകളെ പരസ്പരം താരതമ്യം ചെയ്ത് നമുക്ക് വിശകലനം ചെയ്യുവാനായിട്ട് സാധിക്കും കേട്ടോ. അതാണ് ഈ രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ചാർട്ട്സ് ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ട്രെൻഡ്സ്, പാറ്റേൺസ് ആൻഡ് കമ്പാരിസൺസ് ഈസിലി. ഓക്കെ. Excel allows you to convert data into charts with just a few clicks. അപ്പോൾ ഇവിടെ നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്ന ആ ഒരു സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒന്നോ രണ്ടോ മൂന്നോ മൗസ് ക്ലിക്കുകൾ കൊണ്ട് തന്നെ വലിയ ഒരു ഡാറ്റയെ നമുക്കൊരു ചാർട്ടായിട്ട് വരച്ചെടുക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ മൗസ് ഉപയോഗിച്ച് അങ്ങനെ ഡിസൈൻ ചെയ്ത് വരയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സലിൽ ഇൻസേർട്ട് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. ഇൻസേർട്ട് ടാബിനകത്ത് ചാർട്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സബ് ടാബ് കാണാൻ സാധിക്കും. ആ ചാർട്ടിനകത്ത് പോയി കഴിഞ്ഞാൽ കുറേ തരത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള ചാർട്ടുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് നമ്മുടെ ഡാറ്റയെ സെലക്ട് ചെയ്ത് മൗസ് ഉപയോഗിച്ച് പർട്ടിക്കുലർ ചാർട്ടിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചാർട്ടുകൾ ഡിസ്പ്ലേയിൽ കാണാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. എക്സൽ അലൗസ് യു ടു കൺവേർട്ട് ഡാറ്റ ഇൻടു ചാർട്ട്സ് വിത്ത് ജസ്റ്റ് എ ഫ്യൂ ക്ലിക്സ്. നമ്മുടെ ഡാറ്റയെ വളരെ കുറച്ച് ക്ലിക്കുകൾ ഉപയോഗിച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ചാർട്ടായിട്ട് കൺവേർട്ട് ചെയ്യുവാനായി സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ മൈക്രോസോഫ്റ്റ് എക്സൽ മാത്രമല്ല മറ്റ് സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക്, അതേപോലെ തന്നെ ലിബ്ര ഓഫീസ് കാൽക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ ആയാലും അതിനകത്തെല്ലാം ചാർട്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചർ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ചാർട്ട് എന്താണ് എന്നുള്ളത് ബ്രീഫായിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവാം. കോമൺ ചാർട്ട് ടൈപ്സ്. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചാർട്ട് ടൈപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കാം.
ചാർട്ട് ടൈപ്പ്. ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട ചാർട്ട് എന്ന് പറയുന്നത് കോളം ചാർട്ടാണ് കേട്ടോ. കോളം ചാർട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് ചാർട്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചർ പഠിക്കുമ്പോൾ നമ്മൾ എല്ലാവരും പഠിക്കുന്ന ഒരു ചാർട്ടാണ് കോളം ചാർട്ട്. സാധാരണഗതിയിൽ നമ്മൾ വരയ്ക്കുന്ന ചാർട്ട് എന്ന് പറയുന്നത് കോളം ചാർട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ കോളം ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയറിങ് വാല്യൂസ് അക്രോസ് കാറ്റഗറീസ്, വിവിധ കാറ്റഗറീസിലുള്ള വാല്യൂസിനെ തമ്മിൽ കമ്പയർ ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്ന ചാർട്ടുകളെയാണ് കോളം ചാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. നമ്മൾ സ്കൂൾ സ്റ്റാൻഡേർഡുകളിലൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടല്ലേ, ഗ്രാഫ് വരച്ച് പഠിച്ചിട്ടുണ്ട്. ആ ഒരു സെയിം ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കോൺസെപ്റ്റുകളാണ് ഇവിടെ ചാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. കോളം ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. എക്സ് ആക്സിസ്, വൈ ആക്സിസ് കേട്ടോ. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇവിടെ കുറച്ച് വാല്യൂസ് ഉണ്ടാവും. ഇവിടെ ഞാനിപ്പോൾ എ ബി സി എന്നും പറഞ്ഞിട്ട് കുറച്ച് വാല്യൂ കൊടുത്തു. ഇവിടെ 10, 20, 30 എന്ന് പറഞ്ഞിട്ട് കുറച്ച് വാല്യൂ കൊടുത്തു. എ ബി സി. ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന ഈ രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ചാർട്ടിനെ നമുക്ക് കോളം ചാർട്ട് എന്ന് പറയാം കേട്ടോ. ഒരു എക്സ് ആക്സിസിലും വൈ ആക്സിസിലുമായിട്ട് വിവിധ ഡാറ്റാസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് ആക്സിസിലും ഉള്ള ഡാറ്റകളെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, ചില ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വാല്യൂസിനെ തമ്മിൽ കമ്പയർ ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്ന ചാർട്ട് ഏതാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അത് കോളം ചാർട്ടാണെന്ന് പറയുക. നമ്മുടെ സിലബസിൽ ചാർട്ട് എന്ന് എടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ചാർട്ടുകളെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. സോ അത് നന്നായിട്ട് പഠിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്ന ചാർട്ട് എന്ന് പറയുന്നത് ലൈൻ ചാർട്ട് കേട്ടോ. ലൈൻ ചാർട്ട്. ലൈൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഷോയിങ് ട്രെൻഡ്സ് ഓവർ എ ടൈം. അതായത് ഓരോ സമയത്തുമുള്ള ട്രെൻഡ് എന്താണോ ആ ട്രെൻഡിനെ റെപ്രസെന്റ് ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്ന ചാർട്ടാണ് ലൈൻ ചാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ലൈൻ ചാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയായിരിക്കും എൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇങ്ങനെ ഇവിടെ ഒരു ഡോട്ട്, ഇങ്ങനെ ട്രെൻഡ്. ആ ഒരു ട്രെൻഡ് എങ്ങനെയാണ് മാറുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലൈൻ ചാർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. 10, 20, 30. ഇതാണ് ലൈൻ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പീരിയോഡിക് ടൈം ഇൻ്റർവെല്ല് കഴിയുമ്പോഴും ഓരോ ട്രെൻഡ് ആയിരിക്കും. അപ്പോൾ ആ ട്രെൻഡ് മാറുന്നതനുസരിച്ച് നമുക്ക് ആ ലൈനിലും ഫ്ലക്ച്വേഷൻസ് കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ചാർട്ടിനെ നമുക്ക് ലൈൻ ചാർട്ട് എന്ന് പറയാം. അപ്പോൾ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈൻ ചാർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് ട്രെൻഡ്സ് ഓവർ ടൈം കേട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ചാർട്ടാണ് പൈ ചാർട്ട്. പൈ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോയിങ് പാർട്സ് ഓഫ് എ ഹോൾ ഡേറ്റ കേട്ടോ. ഒരു വലിയൊരു ഡാറ്റയുടെ വിവിധ ഭാഗങ്ങളെ അല്ലെങ്കിൽ വിവിധ ഭാഗങ്ങളിലുള്ള പ്രപ്പോർഷൻസിനെ കാണിക്കുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് പൈ ചാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. പൈ ചാർട്ടിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. ഒരു സർക്കിള്, നമ്മളെല്ലാവരും ഈ റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് മേടിച്ച് മുറിക്കുമല്ലേ, സ്ലൈസ് ആയിട്ട് മുറിക്കും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് വലിയ സ്ലൈസ് ആയിരിക്കും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും, ചില ആൾക്കാർക്ക് ചെറിയ സ്ലൈസ് ആയിരിക്കും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ പൈ ചാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് മലയാളമാണല്ലോ. സോ മലയാളം, അതായത് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഡാറ്റയാണ്. ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന ഈ ഒരു ഡാറ്റയെ നമ്മളൊരു ചാർട്ടായിട്ട് വരയ്ക്കുമ്പോൾ, പൈ ചാർട്ടായിട്ട് വരച്ചാൽ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇപ്പോൾ കേരളത്തിൽ സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് മലയാളം. കുറച്ച് ആൾക്കാർ ഹിന്ദി സംസാരിക്കുന്നു, കുറച്ച് ആൾക്കാർ ബംഗാളി സംസാരിക്കുന്നു, കുറച്ച് പേര് തമിഴ് സംസാരിക്കുന്നു, കുറച്ച് പേര് കന്നഡ സംസാരിക്കുന്നു, ഇംഗ്ലീഷ് സംസാരിക്കുന്നു, തുളു സംസാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പൈ ചാർട്ട് നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു പ്രപ്പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, മലയാളമാണ് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ് എന്നുള്ളത്. സോ എന്തിനാണ് പൈ ചാർട്ട് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയുക, ഷോയിങ് പാർട്സ് ഓഫ് എ ഹോൾ ഡാറ്റ, അല്ലെങ്കിൽ ഒരു ഡാറ്റയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു ഡാറ്റയെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിഷ്പ്രയാസം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. ബെസ്റ്റ് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ വിക്കിപീഡിയ പേജ് ഉണ്ടല്ലോ, കേരളത്തെക്കുറിച്ചുള്ള വിക്കിപീഡിയ പേജിൽ കയറി കഴിഞ്ഞാൽ അവിടെ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതേപോലെ പൈ ചാർട്ട് കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ മലയാളം, പിന്നെ തമിഴ്, ഹിന്ദി, ബംഗാളി, തുളു, അതെല്ലാം ഈ ഒരു പൈ ചാർട്ടിൻ്റെ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അത് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാർട്ട് എന്ന് പറയുന്നത് ബാർ ചാർട്ടാണ്. ബാർ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ വെർഷൻ ഓഫ് കോളം ചാർട്ട്. നമ്മൾ നേരത്തെ കോളം ചാർട്ട് പഠിച്ചു അല്ലേ, ആ കോളം ചാർട്ടിൻ്റെ ഹൊറിസോണ്ടൽ വെർഷൻ ആണ് ബാർ ചാർട്ട് എന്ന് പറയുന്നത് കേട്ടോ.
അപ്പോൾ ഇത് ഒരു കോളം ചാർട്ടാണ്. ഈ കോളം ചാർട്ടിൽ നമ്മൾ നേരത്തെ ലൈൻസ് വെർട്ടിക്കലിയാണ് നമ്മൾ വരച്ചത്. ഇവിടെ നമുക്ക് ലൈൻസ് നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണാൻ സാധിക്കുക. അതായത് ഹൊറിസോണ്ടൽ വെർഷൻ ഓഫ് കോളം ചാർട്ടിനെ നമുക്ക് എന്തെന്ന് പറയാം? ബാർ ചാർട്ട് എന്ന് പറയാം. നമ്മൾ അല്ലാണ്ട് നേരത്തെ പഠിച്ച കോളം ചാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് വെർട്ടിക്കൽ ലൈനായിട്ടായിരിക്കും ഓരോ ഡാറ്റയുടെയും ലൈൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്നാൽ ബാർ ചാർട്ടിൽ ഹൊറിസോണ്ടൽ ലൈനായിട്ടായിരിക്കും ഓരോ ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ചാർട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ബാർ ചാർട്ട് എന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ വെർഷൻ ഓഫ് കോളം ചാർട്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏരിയ ചാർട്ട്. ഏരിയ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോയിങ് കമ്മ്യൂലേറ്റീവ് ഡാറ്റ ഓവർ ടൈം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏരിയ ചാർട്ടാണ്. എന്താണ് ഏരിയ ചാർട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഷോയിങ് കമ്മ്യൂലേറ്റീവ് ഡാറ്റ ഓവർ ടൈം, അതായത് ടൈം മാറുന്നതനുസരിച്ച് ഡാറ്റയുടെ ക്വാണ്ടിറ്റിയുടെ ഏറ്റക്കുറച്ചിലുകൾ റെപ്രസെൻറ്റ് ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് ഏരിയ ചാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ലൈൻ ചാർട്ട് പഠിച്ചല്ലോ, ഏകദേശം ആ ലൈൻ ചാർട്ടുമായിട്ട് സിമിലാരിറ്റി ഉള്ള ഒരു ചാർട്ടാണ് ഏരിയ ചാർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ലൈൻ ചാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് റെഗുലർ പീരിയോഡിക് ഇൻ്റർവെൽ അല്ലെങ്കിൽ സമയം മാറുന്നതനുസരിച്ച് ട്രെൻഡുകൾ മാറും. ആ ട്രെൻഡുകളെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ലൈൻ ചാർട്ട് യൂസ് ചെയ്യുന്നു. എന്നാൽ ഏരിയ ചാർട്ടിൻ്റെ ഉപയോഗം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റയുടെ ക്വാണ്ടിറ്റിയിൽ വരുന്ന വ്യത്യാസങ്ങൾ, ചിലപ്പോൾ ക്വാണ്ടിറ്റി കൂടുവാനും ചില സമയങ്ങളിൽ ക്വാണ്ടിറ്റി കുറയുവാനും സാധ്യതയുണ്ട്. ഇത്തരം കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് ഏരിയ ചാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്കാറ്റർ പ്ലോട്ട്. എന്താണ് സ്കാറ്റർ പ്ലോട്ട്? ഷോയിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് അല്ലെങ്കിൽ രണ്ട് ഡാറ്റകൾ തമ്മിലുള്ള പരസ്പര ബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്സിനെ ഡോട്ടുകളുടെ രൂപത്തിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചാർട്ടുകളെ നമുക്ക് എന്തെന്ന് പറയാം? സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ചാർട്ട് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഇതെല്ലാം PSCയുടെ പ്രിയപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ കോളം ചാർട്ട് എന്താണ്? കമ്പയറിംഗ് വാല്യൂസ് അക്രോസ് കാറ്റഗറീസ്. ലൈൻ ചാർട്ട് ആണെങ്കിലോ ഷോയിങ് ട്രെൻഡ്സ് ഓവർ ടൈം. പൈ ചാർട്ട് ആണെങ്കിലോ ഷോയിങ് പാർട്സ് ഓഫ് എ ഹോൾ ഡേറ്റ. ബാർ ചാർട്ട് ആണെങ്കിലോ ഹൊറിസോണ്ടൽ വെർഷൻ ഓഫ് കോളം ചാർട്ട്. ഏരിയ ചാർട്ട് ഷോയിങ് കമ്മ്യൂലേറ്റീവ് ഡാറ്റ ഓവർ എ ടൈം. സ്കാറ്റർ പ്ലോട്ട് ഷോയിങ് റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. അപ്പോൾ ഈ ചാർട്ട് എന്താണ് എന്നുള്ളത് ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഓരോ ചാർട്ടിൻ്റെയും പർപ്പസ് എന്താണ് ചാർട്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് മെല്ലെ അടുത്ത ഭാഗത്തേക്ക് പോവാം. സ്റ്റെപ്സ് ടു ക്രിയേറ്റ് എ ചാർട്ട്. ഒരു ചാർട്ട് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സൽ അല്ലെങ്കിൽ മറ്റ് ഏത് സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ ആയാലും ഏതാണ്ട് സിമിലർ തന്നെയാണ് കേട്ടോ. എങ്ങനെയാണ് ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വർക്ക്ഷീറ്റ്, നമ്മുടെ എക്സൽ വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സെൽസ്, അതായത് ഗ്രൂപ്പ് ഓഫ് കോളംസ് ആൻഡ് റോസ്. അതിനകത്ത് ഉള്ള സെല്ലുകൾക്കുള്ളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ എന്ത് ചെയ്യുക? എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഡാറ്റ ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ വർക്ക്ഷീറ്റിൽ എന്ത് ചെയ്യുക? ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റർ ചെയ്യുക. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ട് ദ ഡാറ്റ റേഞ്ച് ഇൻക്ലൂഡിങ് ലേബിൾസ്. അതായത് ഒരു വലിയ ടേബിൾ നമ്മൾ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ടേബിളിനകത്ത് ഏതെല്ലാം ഡാറ്റയാണോ ഒരു ചാർട്ടിൽ ഉൾപ്പെടുത്തുവാനായിട്ട് വേണ്ടത് അത്രയും ഡാറ്റകളുടെ റേഞ്ച് എന്ത് ചെയ്യുക? സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. AB 10,000 22,000. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചാർട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാക്കണോ ഡാറ്റ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഡാറ്റയ്ക്കകത്ത് കിടക്കുന്ന ലേബൽ ഉൾപ്പെടെ എന്ത് ചെയ്യുക? ആ ഡാറ്റ റേഞ്ച് മുഴുവനായിട്ട് എന്ത് ചെയ്യുക? മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് പിടിക്കുക. ദെൻ ഗോ ടു ദ ഇൻസേർട്ട് ടാബ് ചാർട്ട്സ് ഗ്രൂപ്പ്. അപ്പോൾ ചാർട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നത് എവിടെയാണ്? ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിലാണ് കേട്ടോ. അപ്പോൾ എക്സൽ ആയാലും വേർഡ് ആയാലും പവർ പോയിന്റ് ആയാലും എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഷേപ്പിനെയോ ഒരു പിക്ചറിനെയോ ചാർട്ടിനെയോ സ്മാർട്ട് ആർട്ടിനെയോ ക്ലിപ്പ് ആർട്ടിനെയോ എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം കൊണ്ട് പ്ലേസ് ചെയ്യുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടാബാണ് ഇൻസേർട്ട് ടാബ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ചാർട്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആക്സസ് ചെയ്യാനായിട്ട് മൈക്രോസോഫ്റ്റ് എക്സലിൽ ഇൻസേർട്ട് ടാബാണ് എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. പരീക്ഷയ്ക്ക് ചോദിക്കാം, എവിടെ നിന്നാണ് ചാർട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ പറയുക ഇൻസേർട്ട് ടാബ്.
അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂസ് എ ചാർട്ട് ടൈപ്പ്. ഏത് ചാർട്ട് ടൈപ്പാണ്, ഏത് ടൈപ്പ് ഓഫ് ചാർട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്? കോളം ചാർട്ടാണോ, ലൈൻ ചാർട്ടാണോ, പൈ ചാർട്ടാണോ? നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചാർട്ട് ടൈപ്പ് ഏതാണോ അത് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ചാർട്ട് അപ്പിയേഴ്സ് ഇൻ ദ വർക്ക്ഷീറ്റ്, യു ക്യാൻ മൂവ് ഓർ റീസൈസ് ഇറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ വർക്ക്ഷീറ്റിൽ നിങ്ങൾ കൊടുത്ത അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത ഡാറ്റ റേഞ്ചിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ ചാർട്ടിനെ നിങ്ങൾക്ക് വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് മൂവ് ചെയ്യുവാനും കഴിയും, അതുപോലെ തന്നെ റീസൈസ് ചെയ്യുവാനായിട്ട് സാധിക്കും. സൈസ് കുറയ്ക്കുവാനും കൂട്ടുവാനും ഒക്കെ സാധിക്കും. പരീക്ഷ ചിലപ്പോൾ ചോദിക്കാം, നിങ്ങൾ ഉണ്ടാക്കിയ ചാർട്ട് മൂവ് ചെയ്യാൻ കഴിയുമോ, റീസൈസ് ചെയ്യാൻ കഴിയുമോ എന്നെല്ലാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കാം കേട്ടോ. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നോ ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് എന്നോ ഒക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും വൃത്തിയായിട്ട് തന്നെ എന്ത് ചെയ്യുക, കേൾക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടത്? വർക്ക്ഷീറ്റിൽ ഡാറ്റ എൻ്റർ ചെയ്യുക. 2, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ റേഞ്ച് ഇൻക്ലൂഡിംഗ് ലേബൽസ് സെലക്ട് ചെയ്യുക. 3, എന്ത് ചെയ്യുക, ഇൻസേർട്ട് ടാബിൽ പോയി ചാർട്ട് ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ചാർട്ട് ടൈപ്പ് സെലക്ട് ചെയ്യുക. ഏത് ടൈപ്പ് ചാർട്ടാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ വർക്ക്ഷീറ്റിൽ ചാർട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിന് ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. സ്വപ്ന ജോലി നേടിയെടുക്കാം CCയോടൊപ്പം. അപ്പോൾ നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു സിലബസ് ഉണ്ട്, ആ സിലബസിനകത്ത് നിന്നുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. വലിച്ചു വാരി ആവശ്യമില്ലാത്തത് പഠിക്കുന്നതിനേക്കാളും സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിലബസിന് അനുസൃതമായിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ലൈവ് സെഷൻസ് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ ലൈവ് സെഷൻസ് വരുമ്പോഴത്തേക്ക് അധ്യാപകരോട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളും ക്വറീസും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം. എല്ലാ ആഴ്ചയും മോഡൽ എക്സാം ഉണ്ടാവും കേട്ടോ. മാതൃകാ പരീക്ഷ എല്ലാ ആഴ്ചയും ഉണ്ടാവും. ഓരോ മാതൃകാ പരീക്ഷയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, സ്വയം വിലയിരുത്താനായിട്ട് പറ്റും ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് കേട്ടോ. സോ അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ കയറുവാനായിട്ടുള്ള വളരെ നല്ലൊരു മെത്തേഡാണ് ഈ മോഡൽ എക്സാം ചെയ്ത് പഠിക്കുക എന്നുള്ളത്. ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ തന്നെ സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് കോഴ്സിനെ സംബന്ധിക്കുന്ന എന്ത് സംശയവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏത് സമയവും ചോദിക്കുവാനായിട്ടൊരു സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടാവും. അതേപോലെ കൊറി ഹാൻഡിൽ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിച്ച് അധ്യാപകരോടും മെൻറ്ററിനോടും ഒക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിനായിട്ട് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ റെഫർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8921440580. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. സോ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് സോർട്ടിങ്. എന്താണ് സോർട്ടിങ്? മൈക്രോസോഫ്റ്റ് എക്സലിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് സോർട്ടിങ് എന്ന് പറയുന്നത് കേട്ടോ. സോർട്ടിങ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാനിതെല്ലാം ഒന്ന് സോർട്ട് ചെയ്യട്ടെ, അതായത് നമ്മളൊന്ന് അടുക്കി പെറുക്കി അറേഞ്ച് ചെയ്ത് വെക്കുന്ന ആ ഒരു സംഗതി തന്നെയാണ് സോർട്ടിങ് എന്ന് പറയുന്നത് കേട്ടോ. സോർട്ടിങ് അലോസ് യു ടു അറേഞ്ച് ഡാറ്റ ഇൻ എ സ്പെസിഫിക് ഓർഡർ. ഒരു പർട്ടിക്കുലർ ഓർഡറിൽ ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെയാണ് സോർട്ടിങ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. അസെൻഡിങ് ഓർ ഡിസെൻഡിങ്, നമുക്ക് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ സോർട്ട് ചെയ്യാം. വലുതിൽ നിന്നും ചെറുതിലേക്കുള്ള ഓർഡറിലോ ചെറുതിൽ നിന്നും വലുതിലേക്കുള്ള ഓർഡറിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വാട്ട് ഈസ് സോർട്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക, സോർട്ടിങ് അലൗസ് യു ടു അറേഞ്ച് ഡാറ്റ ഇൻ എ സ്പെസിഫിക് ഓർഡർ. അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും നമുക്ക് എന്ത് ചെയ്യാം, സോർട്ട് ചെയ്യാം. ഹെൽപ്സ് ടു ഓർഗനൈസ് ഡാറ്റ ഫോർ ബെറ്റർ റീഡബിലിറ്റി ആൻഡ് അനാലിസിസ്. അപ്പോൾ നമുക്ക് കുറേ ഡാറ്റയെ വലിച്ചു വാരി യാതൊരു അറേഞ്ച്മെൻറ്റും ഇല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ ഡാറ്റയെ ആവശ്യമായിട്ട് വരുന്ന സന്ദർഭങ്ങളിൽ വായിച്ചെടുക്കുവാനായിട്ട് അല്ലെങ്കിൽ ആക്സസ് ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. നമ്മളൊന്ന് സോർട്ട് ചെയ്ത് വൃത്തിയായിട്ട് ഒരു പർട്ടിക്കുലർ ഓർഡറിൽ സോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയവും വളരെ ഈസി ആയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റകളെ നമുക്ക് ആക്സസ് ചെയ്യാനും സാധിക്കും, അതേപോലെ തന്നെ അനാലിസിസ് ചെയ്യുവാനായിട്ടും സാധിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. Then steps to sort data in Excel. എക്സലിൽ ഡാറ്റയെ സോർട്ട് ചെയ്യുവാനായിട്ടുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. സെലക്ട് ദ ഡേറ്റ റേഞ്ച് യു വാണ്ട് ടു സോർട്ട്. അപ്പോൾ സെലക്ട് ദ ഡാറ്റ റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ ഡാറ്റകൾ നമ്മൾ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഡാറ്റയാണോ നമുക്ക് സോർട്ട് ചെയ്യേണ്ടത് ആ ഡാറ്റ ഉൾപ്പെട്ട് കിടക്കുന്ന മുഴുവൻ റേഞ്ചസിന് അല്ലെങ്കിൽ മുഴുവൻ സെല്ലുകളെയും എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ആ ഡാറ്റ കിടക്കുന്ന റേഞ്ച് മുഴുവനും മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മെനു ബാറിൽ ഡേറ്റ എന്ന് പറയുന്ന ഒരു ടാബ് നമുക്ക് കാണാൻ സാധിക്കും. റിബണിൽ ഡേറ്റ എന്ന് പറയുന്ന ഒരു ടാബ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങോട്ടേക്ക് പോവുക.
ക്ലിക്ക് ഓൺ സോർട്ട്. അതിനകത്ത് സോർട്ട് എന്ന് പറയുന്ന ഒരു ടാബ്, ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ 2 ഓപ്ഷൻ ഉണ്ട്, A to Z ഫോർ അസെൻഡിങ്, Z to A ഫോർ ഡിസെൻഡിങ്. ഈ 2 ഓർഡറുകളിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം കേട്ടോ. അസെൻഡിങ് ഓർഡർ ആയിട്ടോ ഡിസെൻഡിങ് ഓർഡർ ആയിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും, സോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ കുറേ ആൾക്കാരുടെ പേരുണ്ടെന്ന് വിചാരിക്കുക. ഈ ആൾക്കാരുടെ പേരിനെ ആ പേരിൻ്റെ ആൽഫബറ്റിക് ഓർഡറിൽ, അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിടുവാനായിട്ട് സാധിക്കും കേട്ടോ. ഇഫ് യുവർ ഡാറ്റ ഇൻക്ലൂഡ്സ് ഹെഡേഴ്സ്, ചെക്ക് മൈ ഡാറ്റ ഹാസ് ഹെഡേഴ്സ്. ഇപ്പോൾ നിങ്ങളുടെ ഡാറ്റയ്ക്കകത്ത് ഹെഡേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഹെഡേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ചൂസ് ദ കോളം ടു സോർട്ട് ബൈ നെയിം, ഡേറ്റ്, സെയിൽസ്. പേരിൻ്റെ അടിസ്ഥാനത്തിൽ, ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, സെയിൽസിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു കോളത്തിനകത്ത് കിടക്കുന്ന ഡാറ്റയെ സോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. സെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നത്, ഏറ്റവും കൂടിയ വാല്യൂ ഏതാണോ ആ വാല്യൂയുടെ ഒരു അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോർട്ട് ചെയ്യാനായിട്ട് പറ്റും, ഡാറ്റയെ സോർട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ചെറിയ സെയിൽസ് ആണെങ്കിൽ ചെറിയ സെയിൽസ് മുതൽ വലിയ സെയിൽസിലേക്ക്, അല്ലെങ്കിൽ വലിയ സെയിൽസ് മുതൽ ചെറിയ സെയിൽസിലേക്ക് ആ ഒരു ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം. അതല്ലെങ്കിൽ ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ഓരോ ദിവസവും പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 1, 2, 3, 4, 5 ആ ഒരു ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡാറ്റയെ സോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ പേരെന്ന് പറയുമ്പോഴത്തേക്ക് ആൽഫബറ്റിക് ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക കേട്ടോ. ദെൻ ഓക്കെ, ക്ലിക്ക് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൊടുത്ത് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ ഡാറ്റയെ സോർട്ട് ചെയ്ത് നമ്മുടെ വർക്ക്ഷീറ്റിൽ ഡിസ്പ്ലേ ചെയ്ത് കാണുവാനായിട്ട് സാധിക്കും. അത് മനസ്സിലാക്കുക. ദെൻ വാട്ട് ഈസ് ഫിൽട്ടറിംഗ് ഇൻ എക്സൽ? എന്താണ് എക്സലിലെ ഫിൽട്ടറിംഗ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. Filtering allows you to display only specific rows based on given criteria. ഒരു ക്രൈറ്റീരിയയുടെ, ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റോയ്ക്കകത്തോ കോളത്തിനകത്തോ കിടക്കുന്ന ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ ചെയ്യിക്കുവാനായിട്ട് സാധിക്കും. ഇതിനെയാണ് ഫിൽട്ടറിംഗ് എന്ന് പറയുന്നത്. നമ്മൾ അരിച്ചെടുക്കുമല്ലോ അല്ലേ, നമ്മൾ അരിച്ചെടുക്കും. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ മാത്രം കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫിൽട്ടർ ചെയ്യും. നമുക്കറിയാം ഒരുപാട് ഡാറ്റാസ് ഒരു കോളത്തിനും റോസിലുമായിട്ടൊക്കെ നമ്മുടെ എക്സൽ ഷീറ്റിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡാറ്റ മാത്രം അറ്റ് എ ടൈം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്രൈറ്റീരിയ എനാബിൾ ചെയ്തുകൊണ്ട് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഫിൽട്ടറിംഗ് എന്ന് മനസ്സിലായി. ഹെൽപ്സ് ടു വ്യൂ എ സബ്സെറ്റ് ഓഫ് ഡാറ്റ വിത്തൗട്ട് ചേഞ്ചിങ് ദ ഒറിജിനൽ ഡാറ്റ സെറ്റ്. അപ്പോൾ ഒറിജിനൽ ഡാറ്റ സെറ്റ് ചേഞ്ച് ചെയ്യാതെ തന്നെ ഡാറ്റയുടെ സബ്സെറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ നമുക്ക് എങ്ങനെ ഒരു ഡാറ്റയെ നമുക്ക് ഫിൽട്ടർ ചെയ്യാം എന്നുള്ളതാണ്. വേറൊന്നും ചെയ്യേണ്ട, നിങ്ങളുടെ ഡാറ്റ റേഞ്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഡാറ്റ ടാബിൽ പോയി നേരത്തെ സോർട്ട് നമ്മൾ പഠിച്ചല്ലോ, ആ ഒരു സെയിം ഓപ്ഷൻ അടുത്ത് തന്നെ ഫിൽട്ടർ നമുക്ക് കാണാൻ സാധിക്കും. ഫിൽട്ടറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ആരോ നമ്മുടെ കോളത്തിൽ കാണാൻ സാധിക്കും. ആ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യേണ്ട ഡാറ്റകൾ ഏതൊക്കെയാണ് അതിങ്ങനെ ലിസ്റ്റ് ചെയ്ത് ചെക്ക് ബോക്സും ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് ഡാറ്റയാണോ കാണേണ്ടത് ആ ചെക്ക് ബോക്സ് മാത്രം ടിക്ക് കൊടുക്കുക, ബാക്കിയെല്ലാം അൺടിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റയെ ഫിൽട്ടർ ചെയ്ത് കാണുവാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഒരു കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ, ഒരു ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ നിശ്ചിത ഡാറ്റയെ മാത്രം കാണുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഫിൽട്ടറിംഗ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഫിൽട്ടറിങ്, സോർട്ടിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഫ്രണ്ട്സ്, നമുക്ക് സഹകരണ ബാങ്കിൽ എങ്ങനെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആകാം എന്ന വിഷയത്തെ സംബന്ധിക്കുന്ന ഒരു വെബിനാർ മെയ് 13 രാത്രി 9 മണിക്ക് നടക്കുന്നുണ്ട്. എല്ലാ കൂട്ടുകാരും വെബിനാറിൽ പങ്കെടുക്കുക, ജോയിൻ ചെയ്ത് കാണുക. ഈ വെബിനാറിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MS വേർഡ്, MS എക്സൽ, MS പവർ പോയിന്റ് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഷോർട്ട് കട്ടുകൾ, അല്ലെങ്കിൽ ഇത് എങ്ങനെ എളുപ്പത്തിൽ പഠിച്ച് നമുക്ക് എക്സാമിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. നമുക്കറിയാമല്ലോ നമ്മുടെ തസ്തികയുടെ പേര് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ വേർഡ് പ്രോസസ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട അനേകം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൽ കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ 2ാമത്തെ മൊഡ്യൂളും 3ാമത്തെ മൊഡ്യൂളിലും കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒട്ടനേകം ചോദ്യങ്ങളുണ്ടാവും. അത് എങ്ങനെ പഠിക്കണം, ഏതെല്ലാം ഭാഗങ്ങൾ ഊന്നൽ കൊടുത്ത് പഠിക്കണം, ഇത്തരം കാര്യങ്ങളെല്ലാം വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. സോ എല്ലാവരും മെയ് 13 രാത്രി 9 മണിക്കുള്ള വെബിനാറിൽ പങ്കെടുക്കുക. ഞാനും എത്തുന്നുണ്ട്. സോ നമുക്ക് വെബിനാറിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വെബിനാറുമായിട്ട് സംബന്ധിക്കുന്ന മറ്റെന്തെങ്കിലും ക്വറീസൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക, 8921440580. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും വെബിനാറിൽ പങ്കെടുക്കുക. നമുക്ക് വെബിനാറിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.